കൂട്ടി കയറാൻ വിളിച്ചു കഴിഞ്ഞാലേ ചില പട്ടിക്കുട്ടന്മാരൊരൊറ്റ കിടത്ത കിടന്ന് കളയും. ചെല്ലാന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കയറി വിളിക്കും. നിരീക്ഷിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കിടക്കുന്നതെന്ന് പറയുന്നത് പല ഡോഗ്സിൻ്റെ ഒരു പ്രതിഷേധമാണ്. എനിക്ക് കൂട്ടി കയറാൻ ഇഷ്ടമല്ല, ഞാൻ കയറുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ കൂട്ടി കയറ്റുക എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡോഗ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ഈ വീട്ടിൽ ഓടി കളിച്ച് നടക്കുന്നതാണ്. 24 ഹവറും പുറത്ത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ആരെങ്കിലും വരുന്നു, ഡോഗിനെ ഇഷ്ടമല്ലാത്തവർ, അപ്പോൾ അവരെ അവിടെ നിർത്തിയിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താണ് ഈസി ആയിട്ട് പറ്റുന്നത്, ഡോഗിനെ കൂട്ടിലോട്ട് മാറ്റുക, അവരെ കോമ്പൗണ്ടിൽ കയറ്റിയതിന് ശേഷം എന്താണോ സംസാരിക്കാനുള്ള കാര്യം അത് സംസാരിച്ച് അവരെ തിരിച്ചു വിട്ടതിന് ശേഷം ഡോഗിനെ തുറന്നു വിടുക. ആർക്കും പ്രോബ്ലം ഇല്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ആക്കിക്കൊണ്ട് വരുന്നതിന് ഡോഗിനെ കുഞ്ഞിലെ മുതലേ ട്രെയിനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഈ ഡോഗാണെന്നുണ്ടെങ്കിലും അയാൾക്ക് അഡൾട്ടായി കഴിഞ്ഞു, കുഞ്ഞിലെ ഈ രീതിയിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നല്ല മഴയുടെ സമയമൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അവിടെ എല്ലാം ഓടി നടന്ന് നനയുന്നതിനെക്കാട്ടിലും നല്ലത് എവിടെയെങ്കിലും ഒരിടത്ത് കയറി കൂട്ടിലോ വീട്ടിനകത്തോ എവിടെയാണെന്നുണ്ടെങ്കിലും ഇരിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത്. വേറെ കാര്യങ്ങളും ഉണ്ട്, അത് പതുക്കെ കാണിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് കിടന്നാൽ എന്ത് ചെയ്യണം അത് നമുക്ക് ആലോചിക്കാം. അതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടിട്ട് അവരങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് ഇപ്പം കിടക്കുന്ന കണ്ടില്ലേ, ഞാൻ ചത്താലും എഴുന്നേൽക്കുള്ളടാ പട്ടി എന്നുള്ള വിധത്തിലാണ് കിടക്കുന്നത്. അയാളെ പൊക്കി എടുക്കാൻ പറ്റത്തില്ല, നല്ല വെയിറ്റ് ഉണ്ട്, 30-35 കിലോയ്ക്ക് മേളിലെങ്ങാണ്ട് ഡോഗിനുണ്ട്. നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു ഡോഗാണ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അയാളെ മുന്നോട്ട് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് വരുമ്പം മാത്രമേ അയാൾ ഇങ്ങോട്ട് തിരിച്ച് തലവഴി കഴിഞ്ഞ് ഊരിപ്പോരുന്നു. ചില പോയിന്റിൽ മാത്രമേ അയാൾ മുന്നോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് ഡോഗിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടെ മുഖം നോക്കുമ്പോഴത്തേന് ഇപ്പം നമ്മൾ തന്നെ വഴി നിൽക്കുവാണ്, നമ്മളെ ഒരാൾ നമ്മളെ വന്ന് വിളിക്കുവാണ്, വാ പോവാന്നും പറഞ്ഞിട്ട് വിളിക്കുന്നു, കൈ പിടിക്കുന്നു. അപ്പം നമ്മളില്ലടാ ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് പിടിക്കുക. പക്ഷെ ചിലർ നമ്മുടെ കൈ പിടിച്ചിട്ട് വാ പോവാന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കുറേ ദൂരം അങ്ങ് പോകത്തില്ലേ. അത് കഴിഞ്ഞിട്ടാണ് എന്തിനാണ് പോയെന്ന് ആലോചിക്കുന്നത്. അതേപോലുള്ള ചില മൊമെന്റ്സ് നമുക്ക് ഇവരിൽ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവർ റെസിസ്റ്റ് ചെയ്യാൻ ചിന്തിക്കുന്നു, ഞാൻ വരത്തില്ല എന്ന് തീരുമാനിക്കുന്നു, വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈമിങ് കിട്ടും. ആ ടൈമിങ്ങിൽ നമ്മൾ പതുക്കെ ഇവരുമായിട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ കുറച്ച് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് കണ്ടെത്തി നമ്മൾ ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുക. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ മാത്രം ശരിയാവത്തില്ല, പതുക്കെ കൂട്ടിലോട്ട് കൊണ്ട് കയറുകയും കൂടിനോടുള്ള വെറുപ്പ് മാറ്റുകയും വേണം. അപ്പം നമ്മൾ ഈ ഒരു ഡോഗിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 40-50 മിനിറ്റിനകത്ത് തന്നെ കൂടിനോടുള്ള റെസിസ്റ്റൻസും ആ താഴെ കിടക്കുന്നതൊക്കെ മാറിയായിരുന്നു. എന്നാലും കൂടിനോട് ഇഷ്ടമാക്കി എടുക്കണം. പിന്നെ അത് പതുക്കെ ചെയ്യുന്ന കാര്യമാണ്. എപ്പോഴും ഡോഗിന് കൂടെന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് പ്ലേസ്, ഒരു റെസ്റ്റിംഗ് റൂം പോലെ തന്നെ ആയിട്ട് മാറണം. അല്ലാതെ ഒരു ജയിൽ ഫീൽ ഒരിക്കലും വരരുത്. ജയിൽ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കൂട്ടി കയറ്റി അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിനോട് വെറുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളെ അങ്ങനെ അടച്ചാൽ വെറുപ്പുണ്ടാകത്തില്ല. ഇപ്പോൾ ആദ്യം റെസിസ്റ്റ് ചെയ്ത ആൾ ഇപ്പോൾ രണ്ടാമതൊക്കെ ആയപ്പോഴത്തേന് കുറച്ചുകൂടെ അടുത്ത് കൂടിൻ്റെ അടുത്ത് വരെ വന്നു. അപ്പം നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ റെസിസ്റ്റൻസ് ഉള്ള പോയിന്റ് കണ്ടുപിടിക്കുക, ആ റെസിസ്റ്റൻസ് ഉള്ള പോയിന്റിനെ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് എത്തുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടത്. ഇത് ഓരോ ഡോഗിനും ഓരോ പാറ്റേണിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ജനറലായിട്ട് നമുക്ക് പറയുന്നത് പാടായിരിക്കും. ഇപ്പം 3ാമത്തെ തവണ ആയപ്പോഴത്തേന് ഇയാൾ തിരിച്ചു വലിക്കുന്നത് ഭയങ്കര കുറവാണ്. നമ്മുടെ കൂടെ നല്ല രീതിയിൽ നടന്നു വന്നു. അതേപോലെ തന്നെ കൂടിൻ്റെ അടുത്തോട്ടും വരുന്നുണ്ട്. കൂട്ടിനകത്ത് കയറുന്നതിനും പ്രോബ്ലം ഇല്ല. ഇത്രയും കാര്യം നമുക്ക് കുറച്ച് നേരത്തിനകത്ത് തന്നെ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് നേരം എന്ന് പറയുമ്പോഴത്തേന് സമയം എടുത്ത് കേട്ടോ, അതൊരു 20-25 മിനിറ്റ് എടുത്താണ് നമ്മൾ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. തിരിച്ചിങ്ങ് വന്നു, അടച്ചില്ല, തിരിച്ചു വന്നു. കാരണം നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകണമല്ലോ, ഇതിനകത്ത് കയറ്റിയിട്ടിട്ട് അങ്ങ് അടച്ചിട്ട് പോകാനുള്ളതല്ല എന്നുള്ളത്. ഇത് നമ്മൾ വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യും. വീണ്ടും ഇയാളെ കൊണ്ട് കൂട്ടി കയറ്റും. ഇയാൾ സാധാരണ കിടക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളും കൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കൂട്ടിനകത്ത് കിടക്കാറേ ഇല്ല, പകരം വീട്ടിനകത്ത് പല റൂമിൽ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പല റെസ്റ്റിംഗ് പ്ലേസുകൾ ഈ ഡോഗിനുണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഈ കൂട്ടിനെ കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഒരിക്കലും ഇവർക്ക് ഈ ഡോഗിനെ ഈ കൂട്ടിൽ മാത്രം ഇടാൻ അങ്ങനെയുള്ള പ്ലാനൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ കൂട്ടിക്കയറ്റണം, അത്രേ ഉള്ളൂ. കൂട്ടിക്കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, പല കാര്യങ്ങൾക്കും. ഇപ്പോൾ അയാൾ എന്തെങ്കിലും നമ്മൾ ബോർഡിങ്ങിലോ ഒക്കെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിണലിലായിരിക്കും, അവിടെ ഇതേപോലെ വീട് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ശീലം ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ തവണയൊക്കെ ആയപ്പോഴത്തേക്കും ഡോഗാണ് ഫ്രണ്ടിൽ പോയത്, നമ്മൾ വലിച്ചുകൊണ്ട് പോയതല്ല. ഈസി ആയിട്ട് കൂട്ടി കയറി ഇറങ്ങി വന്നു. തിരിച്ചിറങ്ങിയിട്ട്
കളിക്കുന്നതൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തു. വീണ്ടും അയാൾ കൂട്ടിലോട്ട് പോകുന്നു. ഡോഗ് തന്നെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, കണ്ടില്ലേ, ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കൂട്ടിനകത്ത് കയറിയിട്ട് സമാധാനമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ചാടി ഇറങ്ങിയില്ല, നമ്മൾ തടവാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഇപ്പം കൂടിനെ ആ വെറുപ്പ് മാറി ഇഷ്ടമാക്കി എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇനി നമുക്ക് കൂടുതലായിട്ട് വേണ്ടുന്നതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത് ഡോഗ് അതിനകത്ത് കിടക്കണം. അതായത് ഇങ്ങനെ തുള്ളി നിൽക്കുമ്പോൾ നമ്മൾ അടച്ചിട്ട് പോരുന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഇട്ടിട്ട് പോയി എന്നൊരു ഫീൽ ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും വീട്ടിനകത്തേക്ക് കൊണ്ടുപോവുകയും ഇയാൾ നോർമലായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ കിടത്തുകയും ചെയ്തു. അതിന് തുല്യമായിട്ട് എന്താണ് ഈ ഇവിടെ കിടക്കുന്ന അതേ ഒരു ഫീൽ തന്നെ അവിടെയും കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇവിടെ അയാൾ ഈസി ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. നമുക്ക് ലീഷിൽ പ്രഷർ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. വാ എന്ന് പറഞ്ഞപ്പോൾ ഒരു കമാൻഡ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമാൻഡ് ഇട്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നു. അതേപോലെ കൂട്ടി കയറുക എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഓടിട്ടിട്ടുണ്ട്. അതാണ് ഈ ഡോഗ് മുന്നേ പോയി കൂട്ടി കയറുന്നതെന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ തന്നെയാണ് നമ്മൾ പുള്ളി ചെയ്ത് കയറ്റുമല്ലോ, ഇവിടെ ഈസി ആയിട്ട് ലൂസ് ലീഷിൽ തന്നെ അകത്തോട്ട് കയറുന്നുണ്ട്. അവിടെ നിന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കൂടടച്ചിട്ട് ദൂരെ പോവുക എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇയാൾ കിടന്നതിന് ശേഷം അടച്ചിട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. പക്ഷേ അയാൾ ക്ഷീണിച്ച് തുടങ്ങി എന്ന് തോന്നിയത് കൊണ്ടിട്ട് നമ്മൾ ഇട്ടതാണ്. അതേപോലെ അയാൾ അവിടെ ഇരിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ അവിടെ കിടന്ന് ബഹളം വെക്കുന്നതായിരുന്നു. ഇനിയും ബഹളം വെക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പോകുമ്പോൾ. നമുക്കത് നോക്കാമെന്ന് വെച്ചിട്ട് അടച്ചിട്ട് പോരുന്നതാണ്. അയാൾ എഴുന്നേറ്റിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് മാന്താനും ഒക്കെ നോക്കി. കുഴപ്പമില്ല, നമ്മൾ അത് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞു. ഇഗ്നോർ ചെയ്തിട്ട് ഓണർ ഏകദേശം അകത്തോട്ടൊക്കെ ഒന്ന് പോകാനും വരാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓണർ ചിലപ്പം ദൂരേക്കൊന്ന് മാറി. കുഴപ്പമില്ല, ഡോഗ് അവിടെ ഇരുന്നു. വളരെ നല്ല ലക്ഷണമാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഡോഗിന് എപ്പോഴാണോ അവിടെ കിടക്കാൻ തോന്നുന്നത് അപ്പോൾ ഡോഗ് ഏകദേശം അതുമായിട്ടൊരു അക്സെപ്റ്റ് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ട് എന്നാണ് അർത്ഥം. അതിനെ നമ്മൾ പതുക്കെ ബൂസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇഷ്ടമാക്കുകയാണ്. എന്നും വെച്ചിട്ട് ഈ ഡോഗിനെ ഒത്തിരി നേരം നമ്മൾ അതിനകത്ത് ഇടത്തതുമില്ല. പതുക്കെ ഇങ്ങനെ ഇറങ്ങിയാൽ ചെയ്യും. ഇത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ്. അയാൾ അവിടെ കിടന്ന് സെറ്റാവാനൊക്കെ തുടങ്ങി. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ പുറത്തിറക്കുകയും വീട്ടിനകത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഡോഗിന് ഇതേപോലെ കൂട്ടിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ കൺസൾട്ടേഷനും ട്രെയിനിങ്, ബിഹേവിയർ കറക്ഷൻ എല്ലാം അവൈലബിൾ ആണ്. ഡോഗിൻ്റെ ഏജും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.